ഫദ്ലൻ മിനല്ലാഹി വനിഅമ, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും അല്ലാഹുവിന്റെ നിഅമത്തും അങ്ങനെയാണ്. അല്ലാഹു അങ്ങനെ ഔദാര്യം അല്ലാഹു ഇഷ്ടം പോലെ കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായവനാണ്. എന്താണ് വിശാലമായവൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ലൗ അന്ന അവലക്കും വആഖിറക്കും, നിങ്ങളിൽ ആദ്യം വന്നവരും പിൽക്കാലത്ത് വരാൻ പോകുന്നവരും, വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും, അല്ലേ, അവരെല്ലാവരും വഖഫു അലാ സഈദിൻ വാഹിദ്, ഒരൊറ്റ മരുഭൂമിയിൽ ഒരു വിശാലമായ സ്ഥലത്ത് എല്ലാവരും നിൽക്കാൻ, ഞാൻ നിങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓരോരുത്തരും അവനവന് വേണ്ടതിന്റെ അത്ര കണക്ക് അള്ളാഹുവിനോട് ചോദിച്ചു. ഉടച്ചോനെ എനിക്ക് ഇന്നതൊക്കെ വേണം, അള്ളാഹു എനിക്ക് ഇന്നതൊക്കെ വേണം. നമ്മുടെ കയ്യിലൊരു ലിമിറ്റില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഇത്ര പൈസ കിട്ടിയാൽ നമ്മൾ നിർത്തുമെന്ന് യാതൊരു കണക്കില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാത്ത ഒരു പ്രകൃത മനുഷ്യനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാവരും ചോദിച്ചു. അങ്ങനെ എല്ലാവർക്കും അല്ലാഹു ചോദിച്ചത് മുഴുവനും കൊടുത്തു. ആർക്കൊക്കെ? എല്ലാ മനുഷ്യർക്കും, എല്ലാവർക്കും, ചീത്തവർക്കൊക്കെ, എല്ലാ ജിന്നുകൾക്കും. എവിടെ മുതൽ? മനുഷ്യരിൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരാൻ ജിന്നുകളിൽ ഇക്കാലം വരെ വന്നവരും വരാനിരിക്കുന്നവരുമായി മുഴുവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും ചോദിച്ചതെല്ലാം അല്ലാഹു കൊടുത്തു. മാ നഖസ ദാലിക, അല്ലാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു മിനൽ മുഹീത്ത്, ഒരു കടലിൽ ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചിയുടെ ദ്വാരത്തിൽ പറ്റിപ്പിടിക്കുന്ന വെള്ളത്തോളം പോലും അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറച്ചു കളയില്ല. അല്ലാഹു ജല്ല ജലാലുഹു പറയാം. അല്ലാഹുവിന്റെ തരാം വാസിഅ, അതാണ് അല്ലാഹു വാസിഅ എന്ന് പറഞ്ഞത്. അല്ലാഹു വിശാലമായവനാണ്, അവന്റെ റഹ്മത്ത് വിശാലമാണ്. അലീം, ഈ റഹ്മത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അല്ലാഹുവിനറിയാം. അങ്ങനെയാണ്, അല്ലാഹുവിനറിയാം ആർക്കാണ് കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയും, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. മൻ കാന യുരീദുൽ ആജില, ദുനിയാവ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഖുർആൻ തന്നെ വമിനൻ നാസി മൻ യഖൂൽ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, എനിക്ക് ദുനിയാവ് തരണം പടച്ചവനെ, പൈസ വേണം പടച്ചവനെ, സമ്പാദ്യം വേണം എന്ന് മാത്രം ചോദിക്കുന്നവർ. മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തിൽ ഒന്നും അവർക്കുണ്ടാവില്ല. ചില ആളുകൾ ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ഖൈർ തരണം പടച്ചവനെ, ആഖിറത്തിലും ഖൈർ തരണം പടച്ചവനെ. അങ്ങനെ ദുആ ഇറക്കണം. നമ്മൾ ദുആക്ക് അവസാനിപ്പിക്കുമ്പോഴെങ്കിലും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് ചോദിക്കണം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പക്ഷെ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. പൈസ വേണം, എനിക്കിവിടെ ദുനിയാവിൽ ബിസിനസ് വേണം, എന്റെ കച്ചവടം അങ്ങ് വളരെ ഫ്ലറിഷ് ചെയ്ത് ഭയങ്കരനായിട്ട് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര അവർ ചോദിക്കുന്നത് അത്രയും അതിനു മേലെയും നാം കൊടുത്തു എന്ന് വരും. ആർക്ക്? ലിമൻ നുരീദ്, നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അല്ലാഹു കൊടുക്കും. എന്തുകൊണ്ട്? വല്ലാഹു വാസിഉൻ അലീം, സമ്പത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്, അത് ആർക്ക് കൊടുത്താലാണ് ഖൈറെന്ന്, ആർക്ക് കൊടുത്താലാണ് അതുകൊണ്ട് വിപത്തെന്നെല്ലാം അറിയുന്നത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് അല്ലാഹു തആല കൊടുക്കും. അതിന്റെ കണക്കൊക്കെ അല്ലാഹുവേ അറിയുള്ളൂ. ആ തരുന്നത് നമ്മുടെ ഖൈറിനാണ്. നാം വിചാരിക്കും, എന്താ എനിക്കിപ്പോ യൂസുഫ് അലി സാഹിബിന്റെ അത്ര, ഞാനും വന്നിട്ട് ഇത്ര കൊല്ലായില്ലേ, അല്ലെങ്കിൽ അല്ലേ എന്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അവൻ SLC പോലും പാസ്സായിട്ടില്ല, ഞാനിപ്പോ എന്തെല്ലാം കഴിഞ്ഞിട്ടാ ഇരിക്കുന്നത്, എന്താ ഇപ്പൊ അല്ലാഹു എനിക്ക് ഇങ്ങനെ. നമുക്ക് ആ തരലാണ് ഖൈറ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മിലുള്ള സ്വലാഹോ, നമ്മിലുള്ള വിനയമോ, നമ്മിലുള്ള എളിമത്തരമോ, നമ്മിലുള്ള നന്മകളോ ഒരുപക്ഷെ അത്രമേൽ അല്ലാഹു നമുക്ക് തന്നെങ്കിൽ നമ്മിന്ന് വറ്റിപ്പോയേനെ. അല്ലാഹുവിനറിയാം ഇതാ നിനക്ക് ഖൈർ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പറയാ, പടച്ചവനെ അല്ലാഹുവെ നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യം എനിക്ക് തരല്ല പടച്ചവനെ. അല്ലാഹുവിനെ മറപ്പിച്ചു കളഞ്ഞേക്കും. എത്ര ആളുകളുണ്ട് അങ്ങനെ?
എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിനും വേണ്ടി അമല് ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു തആല സമ്പത്ത് കൊടുത്തപ്പോ എല്ലാം നിർത്തിപ്പോയി, എല്ലാം നിർത്തിയ ഒരുപാട് ആളുകൾ. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളില്ലേ? അതാണ് വാസിഉൻ എന്ന് പറഞ്ഞിട്ടുള്ള അലീം. ആർക്കാണ് ഈ വിശാലത കൊടുക്കേണ്ടത്? ഇത് അള്ളാഹുവിനറിയും. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي.